ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അപ്കമിങ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിക്കൂ എന്നൊക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് ലിങ്ക് പ്രൊഫൈൽ എന്നത്. വാട്സപ്പിൽ ഇനി നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ എല്ലാം ലിങ്കുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ, വാട്സപ്പ് പ്രൊഫൈൽ, അവിടെ നമുക്കിപ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ നെയിം, എബോട്ട്, പിന്നെ ഫോൺ നമ്പർ. അപ്പോൾ ഈ നെയിമും എബോട്ടും ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. എന്നാൽ ഇവിടെ ഇനി ലിങ്ക് എന്ന് പറയുന്ന പുതിയ ഒരു ഓപ്ഷനും കൂടെ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ലിങ്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രൊഫൈലിൻ്റെ ഒരു സെറ്റിംഗ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ ഈ ഒരു 3 ഓപ്ഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലിങ്ക് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ആഡ് ലിങ്ക് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് മാത്രമേ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. താമസിക്കാതെ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പം ഫേസ്ബുക്കിൻ്റെയും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി ഇത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം എന്തോ അത് നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ സേവ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് അവർക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലോട്ട് പോകാനും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഫോളോ ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ ആ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിവിടെ ഇപ്പോൾ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കൂട്ടുകാർക്ക് ഇപ്പോൾ അവിടെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു നമ്മുടെ ഫ്രണ്ട് ഇട്ട ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അവരുടെ പേജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പേജ് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാനെല്ലാം ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള പുതിയ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.